കൈരളി ടിവിയുടെ എല്ലാ പുരസ്കാരങ്ങൾക്കൊപ്പവും ചെയർമാൻ പ്രിയപ്പെട്ട മമ്മൂട്ടി സാർ കണ്ടെത്തുന്ന ഒരാൾ കൂടി പുരസ്കാരം നൽകാറുണ്ട്. ഇക്കൊല്ലവും പ്രിയപ്പെട്ട ചെയർമാൻ കണ്ടെത്തിയ ഒരു പുരസ്കാര ജേതാവുണ്ട്. ആരാണ് പുരസ്കാര ജേതാവ് എന്നറിയാം? രണ്ട് കൈയുമില്ലാതെ ജനിക്കുക, കൈകൊണ്ട് ചെയ്യേണ്ടതൊന്നും ചെയ്യാനാവാതെ ജീവിക്കുക. തൊടുപുഴയിലെ കരിമണ്ണൂരിൽ 32 കൊല്ലം മുമ്പ് ജനിച്ച ജിലുമോൾക്ക് പ്രകൃതി കാത്തുവച്ചത് ആ വലിയ വേദന. വേദനിച്ച് അവളെ പപ്പയും അമ്മയും ആരോമലായി വളർത്തി. പൊന്നുമോൾക്ക് വേണ്ടതെല്ലാം ചെയ്തു കൊടുത്തിരുന്ന മമ്മി അന്നക്കുട്ടി ബ്ലഡ് ക്യാൻസർ വന്ന് മരിച്ചു. പപ്പ തോമസ് ആ 4.5 വയസ്സുകാരിയെ ചെത്തിപ്പുഴയിലെ മേഴ്സി ഹോമിലാക്കി. സിസ്റ്റർ മരിയല്ല ആ കുഞ്ഞിന് അമ്മയും അപ്പനും അധ്യാപികയും പരിശീലകയും കാവൽ മാലാഖയുമായി. കൊച്ചു ജിലുവിനെ കാൽവിരലിൽ പെൻസിൽ വെച്ചെഴുതാൻ പഠിപ്പിച്ചു സിസ്റ്റർ. പിന്നെ അവൾ കാലുകൊണ്ട് ചിത്രം വരെ വരച്ചു. കൈകൾ കൊണ്ട് മറ്റുള്ളവർ ചെയ്യുന്ന എല്ലാം കാലുകൾ കൊണ്ട് ചെയ്യുന്നവളായി. കാലുകൊണ്ട് തന്നെ പരീക്ഷ എഴുതി +2 ഡിസ്റ്റിങ്ഷനോടെ പാസ്സായി. അനിമേഷൻ ആൻഡ് ഗ്രാഫിക് ഡിസൈനിൽ BA എടുത്തു. ഗ്രാഫിക് ഡിസൈനറായി. ജിലുവിന്റെ മഹാവിജയം പക്ഷേ വരാനിരിക്കുന്നതേയുണ്ടായിരുന്നു. അവൾ കാലുകൊണ്ട് കാർ ഓടിക്കാൻ പഠിച്ചു. ഡ്രൈവിംഗ് ലൈസൻസ് ചോദിച്ച് അധികാരികളെ തേടിച്ചെന്നു. കൈകളില്ലാത്ത ഒരാൾക്ക് ലൈസൻസ് കൊടുക്കുകയോ? നിയമവും അധികാരവും അറച്ചു നിന്നു. കോടതി മുതൽ കേന്ദ്ര സർക്കാരിനെ വരെ സമീപിച്ചിട്ടും ജിലുവിന് നീതി കിട്ടിയില്ല. 6 കൊല്ലം അങ്ങനെ കടന്നുപോയി. ജോലി ചെയ്യുന്ന എറണാകുളത്ത് നിന്ന് ടാക്സിയിൽ വീട്ടിലേക്ക് പോകുമ്പോൾ പപ്പ കാണാതെ തേങ്ങിക്കരയുന്ന പെൺകുട്ടിയുടെ ചുടു കണ്ണുനീരിൽ കുതിർന്നു ജിലുവിന്റെ കാറോട്ട മോഹം. എന്നാൽ സംസ്ഥാന ഭിന്നശേഷി കമ്മീഷണർ SH പഞ്ചാപകേശൻ അതിന് അറുതി കുറിച്ചു. ജിലുവിന് മുന്നിൽ നിയമം തലകുനിച്ചു. അവൾക്ക് ലൈസൻസ്. 6 കൊല്ലത്തെ പോരാട്ടത്തിന്റെ ആ വിജയരേഖ നവകേരള സദസ്സിൽ വെച്ച് മുഖ്യമന്ത്രിയിൽ നിന്ന് ജിലു ഏറ്റുവാങ്ങി. 2 കൈകളുമില്ലാത്ത ഒരാൾക്ക് ഭൂമിയുടെ കിഴക്കേ അർദ്ധഗോളത്തിൽ ആദ്യമായി ലൈസൻസ് കിട്ടുകയായിരുന്നു. അത് കാണാൻ ഏറെ ആഗ്രഹിച്ച പപ്പ അപ്പോഴേക്കും ഓർമ്മയായിരുന്നു. ജിലുമോൾ ഇന്ന് ആരെയും പോലെ കാർ ഓടിക്കും. ആ കാർ ഓടിപ്പോകുന്നത് റെക്കോർഡുകളിൽ നിന്ന് റെക്കോർഡുകളിലേക്കാണ്.
ശാരീരിക വെല്ലുവിളി നേരിടുന്നവരുടെ പോരാട്ട ചരിത്രത്തിലേക്കാണ്, നമ്മുടെ വീരകഥകളിലേക്കാണ്. പത്മശ്രീ ഭരത് മമ്മൂട്ടി അംഗീകാരത്തിന്റെ സുവർണ വെളിച്ചത്തിലേക്ക് തിരഞ്ഞെടുക്കുന്നു. ജീവിത വിജയ കിരീടം പോരാടി നേടി ശിരസിൽ ചൂടി നിൽക്കുന്ന ഈ വീരാംഗനെ. കൈരളി ചെയർമാന്റെ പ്രത്യേക പുരസ്കാരം ജിലു മോൾ മാരിയറ്റ് തോമസിന്. തീർച്ചയായിട്ടും ജിനുമോളുടെ പോരാട്ട വഴികളെല്ലാം നമുക്ക് വളരെയധികം പ്രചോദനം നൽകുന്നവയാണ്. നിറഞ്ഞ സ്നേഹം നൽകിക്കൊണ്ട്, നിറഞ്ഞ ആദരവ് നൽകിക്കൊണ്ട്, നിറഞ്ഞ കയ്യടികൾ നൽകിക്കൊണ്ട് നമുക്ക് ജിനുമോൾ മാരിയറ്റിനെ വേദിയിലേക്ക് 2024 കൈരളി ജ്വാല പുരസ്കാരം ഏറ്റുവാങ്ങുന്നതിനായി ക്ഷണിക്കാം. ചെയർമാൻ നൽകുന്ന പ്രത്യേക പുരസ്കാരമാണ് ജിലുമോൾ മാരിയറ്റ് ഇപ്പോൾ ഏറ്റുവാങ്ങുന്നത്. അദ്ദേഹം തന്നെയാണ് ജിലുമോൾക്ക് പ്രശസ്തി പത്രവും ക്യാഷ് അവാർഡും നൽകുന്നത്. A bigger and hearty round of applause once again for Jilu Moul Marriott.